എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് മൂന്നാമത്തെ പാഠമാണ്. കേരള പാഠാവലിയിലെ മൂന്നാമത്തെ പാഠം. ആ പാഠത്തിന് ഒരു ചെറിയ പ്രവേശകം ഉണ്ട്. ആ പാഠത്തിലേക്ക് കടക്കാനുള്ള ചെറിയൊരു പ്രവേശകം ആയി നൽകിയിരിക്കുന്നത് ഒരു ചെറിയ കഥയാണ്. കുറുങ്കഥ ആണ്. ഗ്രേസിയുടെ പ്രശസ്ത എഴുത്തുകാരിയായ ഗ്രേസിയുടെ ഒരു കുറുങ്കഥ, കൊച്ചു കഥ. കുറുങ്കഥകൾ ധാരാളം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. മിനിക്കഥകളുണ്ട്. അതുതന്നെയാണ്, അതിനേക്കാളും ചെറിയ രൂപത്തിലുള്ള കഥകൾ. PK പാറക്കടവ്, വീരാൻകുട്ടി, അവരൊക്കെ എഴുതുന്ന കഥകൾ കുറുങ്കഥകളാണ്. മാത്രമല്ല നമ്മുടെയൊക്കെ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാ വഴിയൊക്കെ പ്രചരിക്കുന്ന ചെറിയ ചെറിയ കഥകളുണ്ട്. ഹൈക്കു കവിതകളുണ്ട്. ഇപ്പോൾ കഥയുടെയും കവിതയുടെയൊക്കെ ഏറ്റവും പുതിയ മുഖങ്ങളാണ് അത്. ചെറിയൊരു ആശയമാണ്, പക്ഷേ അത് കുറച്ച് കാര്യങ്ങളിലൂടെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. വാക്ക്. യന്ത്രമനുഷ്യൻ കൈനീട്ടി പൂവിൽ നിന്ന് ഒരു ചിത്രശലഭത്തെ നുള്ളിയെടുത്തു. കരകര ശബ്ദത്തിൽ അവൻ ചോദിച്ചു, "നീ ആര്?" ചിറകടിച്ച് ശലഭം വിക്കി, ഞാൻ നിർദ്ദയമായി അവൻ പറഞ്ഞു, "ഞാൻ നിന്നെ വിശദമായി ഒന്ന് പഠിക്കട്ടെ." അവയവങ്ങൾ ഓരോന്നായി മുറിച്ചെടുത്ത് അവൻ മുരണ്ടു. ചായം കോരിയൊഴിച്ച ചിറകുകൾ, വല്ലാത്ത മൃദുവായ ഒരു ഉടൽ, വെറുതെ തിളങ്ങുന്ന 2 കണ്ണുകൾ, തേനൊട്ടുന്ന കുഴൽ ചുണ്ട്, പൊടിപുരണ്ട കാലുകൾ. ഛേ, എന്തൊരു വൃത്തികെട്ട ജീവി! ഞങ്ങളുടെ ലോകത്തിൽ നിനക്കെന്ത് കാര്യം? അതാണ് കുറുങ്കഥ. കുറുങ്കഥയാണെങ്കിലും വലിയൊരു സന്ദേശമാണത് നൽകുന്നത്. കാരണം കാലം മുന്നോട്ട് നീങ്ങുകയാണ്, അല്ലേ? യന്ത്രങ്ങൾ, കമ്പ്യൂട്ടർ, ഫോൺ, മൊബൈൽ ഫോൺ എല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. മനുഷ്യൻ തന്നെ യന്ത്രമനുഷ്യനായി മാറി. യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന മനുഷ്യരായിട്ട് മാറി. നിങ്ങൾ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഫോൺ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്. ഇനി കാലം കഴിയുന്തോറും അത് എത്ര ഭയങ്കരമായിട്ട് സ്വാധീനിക്കും എന്നാണ്. മനുഷ്യന് മാത്രമുള്ള ചില വികാരങ്ങളുണ്ട്, മനുഷ്യന് മാത്രമുള്ള ചില നന്മകളുണ്ട്, മനുഷ്യന് മാത്രമുള്ള ചില ആസ്വാദന അനുഭൂതികളുണ്ട്. അതൊന്നും ഒരു യന്ത്രത്തിനില്ല. ഒരു യന്ത്രത്തിൻ്റെ തലച്ചോറ് ഒരിക്കലും മനുഷ്യൻ്റേതുപോലെയല്ല. അത് മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. അതിന് വികാരങ്ങളുണ്ടാവില്ല. ഒരു പൂമ്പാറ്റയെ കണ്ടാൽ അതിനെ നുള്ളിയെടുക്കാനാണ് അത് ശ്രമിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ രൂപം ആ യന്ത്രമനുഷ്യനെ ആകർഷിക്കുന്നേ ഇല്ല. കാരണം അതുകൊണ്ട് അവൻ നോക്കിയിട്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല, അല്ലേ? മെക്കാനിക്കലല്ല അത്. ഭൂമിയിലെ സുന്ദരമായ ഒരു ചിത്രശലഭങ്ങളെ നോക്കി എത്രയോ മനോഹരമായ കഥകളുണ്ട്, കവിതകളുണ്ട്, വരകളുണ്ട്, അല്ലേ? പക്ഷേ ഈ യന്ത്രമനുഷ്യന് അതിൻ്റെ സൗന്ദര്യം കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ബാഹ്യരൂപം കൊണ്ട് അറപ്പോടെ അതിനെ മാറ്റി നിർത്തുകയാണെന്നാണ്. അവനിലെ ആ ആസ്വാദനശേഷി, വൈകാരികമായ അനുഭൂതി, സൗന്ദര്യം ആസ്വദിക്കാനുള്ള മനസ്സൊക്കെ നഷ്ടപ്പെടുന്ന മനുഷ്യർ. പുതിയ കാലത്തെ മനുഷ്യരങ്ങനെയാണ്. എല്ലാം ലാഭം നോക്കി ജീവിക്കുന്ന ആളുകൾ, സൗന്ദര്യം ആസ്വദിക്കാതെ, വൈകാരികമായി മറ്റുള്ളവരെ മനസ്സിലാക്കാത്ത മനുഷ്യർ. ചിത്രശലഭത്തെ കണ്ടെത്താൻ, അതിൻ്റെ ജീവിതം എന്താണെന്നറിയാൻ, അതിൻ്റെ സൗന്ദര്യം എവിടെയാണെന്ന് അറിയാതെ, അത് കേവലം ഒരു ജീവി, വൃത്തിയില്ലാത്തൊരു ജീവി, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് മാത്രം ചിന്തിച്ച് അതിനെ മാറ്റി നിർത്തുന്ന ഒരു മനസ്സ്. യന്ത്രവൽകൃത ലോകം ഇതിനെയെല്ലാം, വൈകാരികതയെ നഷ്ടപ്പെടുത്തുന്നു. ശലഭത്തെ കാണാനോ ആസ്വദിക്കാനോ സ്പർശിക്കാനോ ജീവിക്കാൻ അനുവദിക്കാനോ ചേർത്ത് നിർത്താനോ അല്ല, മറിച്ച് അതൊരു വൃത്തികെട്ട ജീവിയാണെന്ന് മനസ്സിലാക്കി അതിനെ കീറിമുറിച്ച് എറിഞ്ഞു കളയാനാണ്, അകറ്റി നിർത്താനാണ് യന്ത്രമനുഷ്യൻ ശ്രമിക്കുന്നത്. ആരാണ് ഈ യന്ത്രമനുഷ്യൻ? നമ്മൾ തന്നെയാണ് യന്ത്രമനുഷ്യർ. കാലം പോകെ മനുഷ്യൻ യന്ത്രമനുഷ്യനായി കൊണ്ടിരിക്കുന്നു. മെഷീൻസ് നിയന്ത്രിക്കുന്നു അവൻ്റെ തലച്ചോറുകളെ. പ്രത്യേകിച്ച് അതിന് ഉദാഹരണങ്ങളൊന്നും പറയണ്ട. ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ, ഫോൺ തുടങ്ങിയവ കൊച്ചുകുട്ടികളെ ആണെങ്കിൽ എത്ര ഭയങ്കരമായിട്ടാണ് സ്വാധീനിക്കുന്നത്. അവർ മണ്ണിൽ നിന്നൊന്നും കാണുന്നില്ല, ആസ്വദിക്കുന്നില്ല. ഒക്കെ അവർ കമ്പ്യൂട്ടറിൽ കാണുകയാണ്, അവരുടെ ഫോണിൽ കാണുകയാണ്. യഥാർത്ഥ പൂക്കളെ അവർ കാണുന്നില്ല, അല്ലാത്ത പൂക്കളെയാണ് അവർ കാണുന്നതും മനസ്സിലാക്കുന്നതും. യഥാർത്ഥ പൂക്കളിൽ നിന്ന്, യഥാർത്ഥ ജീവിതത്തിൽ നിന്ന്, യഥാർത്ഥ സൗന്ദര്യ അനുഭൂതികളിൽ നിന്ന്, യഥാർത്ഥ മനുഷ്യത്വത്തിൽ നിന്ന് മറന്നു പോകുന്ന വാക്ക് എന്നാണ് ഈ കഥയുടെ പേര്. വാക്ക് തന്നെ ഇല്ലാതാകുന്ന ഒരു ലോകം, വാക്കിലൂടെ വർണ്ണിക്കപ്പെടുന്നത് ഇല്ലാതാകുന്ന ഒരു ലോകം. കൈകളിലൂടെ, കൈവിരൽ തുമ്പിലൂടെ, യാന്ത്രികമായ തലച്ചോറ് ഉപയോഗിച്ച് പ്രകൃതിയെ കാണുന്ന മനുഷ്യനെയാണ് എഴുത്തുകാരി ഇവിടെ വിമർശിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ തിരക്കഥയിൽ നിന്ന് ഒരു ഭാഗമാണ്. മലയാള തിരക്കഥാ ലോകത്തെ ഏറ്റവും വലിയ വസന്തമായ P. പത്മരാജൻ്റെ മികച്ച സിനിമകളിലൊന്നാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ധാരാളം നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, ധാരാളം നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്. മലയാള സിനിമാ സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും
ഭാഷയ്ക്കുമൊക്കെ ധാരാളം സംഭാവനകൾ ചെയ്ത ഒരു അനുഗ്രഹീത പ്രതിഭയാണ് പി പത്മരാജൻ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയായിരുന്നു ഞാൻ ഗന്ധർവൻ. തൂവാനത്തുമ്പികൾ പോലെയുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റേതാണ്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയോടുകൂടിയാണ് അദ്ദേഹം അധികം പ്രായമെത്തുന്നതിന് മുമ്പേ അന്തരിച്ചു പോയി. അപ്പം അദ്ദേഹവും ഒരു ഗന്ധർവനാണെന്ന് ആലങ്കാരികമായി പറഞ്ഞു വെക്കാറുണ്ട്. കുറച്ചു കാലം മാത്രം ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയൊരു ഗന്ധർവനാണ് പത്മരാജൻ എന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഒരു ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ഈ സിനിമ നിങ്ങൾ കാണുക, പൂർണ്ണമായും കാണുക. കാരണം അതൊരു അനുഭവമാണ്. ആ സിനിമ അത്രയും മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ്. നമ്മുടെ കണ്ണുകളെ നനയ്ക്കുന്ന ഒരു ചിത്രമാണ്. ബന്ധങ്ങളും കുടുംബവും അമ്മ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നമ്മളെ വല്ലാതെ വേട്ടയാടും, വേദനിപ്പിക്കും, സ്പർശിക്കും. ഈ പാഠത്തിനും ഒരു പ്രവേശകം പോലെ കൊടുത്തിട്ടുണ്ട്. മായാത്ത കഥകളിലെ നക്ഷത്രക്കണ്ണുകൾ. ആരുടെയാണ് നക്ഷത്രക്കണ്ണുകൾ? കുഞ്ഞുങ്ങളുടെയാണ്. പാൽപുഞ്ചിരികൾ, അതും കുഞ്ഞുങ്ങളുടെയാണ്. അകന്നു പോകുന്ന താരാട്ടിൻ നീണങ്ങൾ, താരാട്ട് നഷ്ടപ്പെടുന്നു, ബന്ധങ്ങളില്ലാതാകുന്നു എന്നാണ്. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ മുറിവുണ്ടാകുന്നു, അകൽച്ചയുണ്ടാകുന്നു എന്നുള്ളൊരു സൂചനയാണ് അത്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ അമ്മയാണ് ഏറ്റവും ശക്തയായ കഥാപാത്രം. കവിയൂർ പൊന്നമ്മ അനശ്വരമാക്കിയ വേഷങ്ങളിൽ ഒന്നാണത്. സിനിമയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അമ്മയുടെ പിറന്നാളാണ്. അമ്മയ്ക്ക് 3 മക്കളാണ്, മാലിനി, ഗോപൻ, നാരായണൻകുട്ടി. അതിൽ മാലിനി മരിച്ചുപോയി. പിന്നെയുള്ളത് നാരായണൻകുട്ടിയും ഗോപനുമാണ്. അവർ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു. പക്ഷെ അമ്മയുടെ പിറന്നാളിന് അവരെത്തുന്നു. അവരെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്ന അമ്മ. അമ്മയ്ക്ക് ആ പറമ്പ്, വലിയൊരു പറമ്പുണ്ട്, അവിടെ കുളമുണ്ട്, ഒരു വീടുണ്ട്. അതിനൊക്കെ ഉടമയായാണ് അമ്മ. അവിടെ പശുക്കളുണ്ട്, ആടുണ്ട്, മക്കളെ പോലെ അവരെ സ്നേഹിക്കുന്ന ഒരമ്മ. ഇടയ്ക്ക് അവിടെ പറയുന്നുണ്ട് അമ്മ അവിടെ 3 മരങ്ങളുണ്ട്, ആ മരങ്ങൾക്കൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് അമ്മ. എന്താണ്? മാലിനി, ഗോപൻ, നാരായണൻകുട്ടി. എന്നിട്ട് അമ്മ അവരോട് സംസാരിക്കുന്നു, ആരും കേൾക്കാതെ മക്കളോട് സംസാരിക്കുന്നത് പോലെ, മക്കളായി കണക്കാക്കി സംസാരിക്കുന്ന അമ്മ. അത്രയ്ക്ക് അമ്മ ആ വീടുമായി ലയിച്ചു ചേർന്ന, അല്ലെങ്കിൽ അമ്മയുടെ ആത്മാവിൻ്റെ ഭാഗമായ വീട്ടിൽ അമ്മ ജീവിക്കുന്നു. അമ്മയുടെ പിറന്നാളിന് മക്കളെത്തുന്നു, പേരക്കുട്ടികളെത്തുന്നു. അമ്മ വളരെ സന്തോഷവതിയാണ്. മകൾ മരിച്ചു പോയെങ്കിലും മകളുടെ ഭർത്താവും മകനും വരുന്നു. അപ്പോൾ വളരെ മനോഹരമായൊരു നാട്ടിൻപുറത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ സിനിമയിലുണ്ട്. അമ്മയുടെ പിറന്നാളിനെ കുറിച്ച് ചില സൂചനകൾ അമ്മ തരുന്നുണ്ട്. അമ്മയുടെ പിറന്നാൾ, ചില പിറന്നാളുകൾ അമ്മയ്ക്ക് ദുഃഖങ്ങൾ നൽകിയെന്ന് പറയുന്നുണ്ട്. അമ്മ പറയുന്നു, ഒരു പിറന്നാളിന് കുറച്ച് മുൻപാണ് അമ്മയുടെ മകള് മരിച്ചു പോയത്. അതിന് വേറൊരു പിറന്നാളിന് കുറച്ച് മുൻപാണ് ഒരു പാമ്പ് വന്ന് അമ്മിണിയെ കൊത്തിയത്. വേറൊരു പിറന്നാളിന് മുൻപാണ് അവരുടെ വീടിനടുത്ത് 3 തെങ്ങുകൾ ഇല്ലാതായത്. അങ്ങനെ എപ്പോഴും പിറന്നാളുകൾ അമ്മയ്ക്ക് സമ്മാനിക്കുന്നത് വേദനകളാണ്. ഈ പിറന്നാളിന് എന്തായിരിക്കും എന്നൊരു ഭീതി അമ്മയുടെ മനസ്സിലുണ്ട്. ഇടയ്ക്ക് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. മക്കളെത്തുന്നു, മക്കളുമായി സന്തോഷത്തോടെ കഴിയുന്നതിനിടയ്ക്ക് പോകെ അവരുടെ സംസാരങ്ങളിൽ നിന്ന് അമ്മ ഒന്ന് മനസ്സിലാക്കുന്നു. അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റാൻ ഇളയ മകൻ തീരുമാനിക്കുന്നു. ഗോപൻ, മമ്മൂട്ടിയാണ് വേഷം ചെയ്തത്. അയാൾക്ക് അവിടെ ഗൾഫിലാണ്. അവിടെ ഒരു പുതിയ വീട് വാങ്ങുന്നതിനൊക്കെ ബന്ധപ്പെട്ട് പൈസ വേണം. അപ്പം അതിനുവേണ്ടി ഈ വീട് വിൽക്കണം. മാത്രമല്ല അമ്മ ഇവിടെ ഒറ്റയ്ക്കാണെന്നുള്ള പേരിൽ അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റുക എന്നുള്ള ഒരു തീരുമാനം അമ്മ മനസ്സിലാക്കുന്നു. ഞെട്ടലോടെയാണ് അത് കേൾക്കുന്നതെങ്കിലും അമ്മ പതറിപ്പോകുന്നു. അമ്മ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 ആഗ്രഹങ്ങളാണ് ഉള്ളതെന്നാണ്. അതൊരു കട്ടിലുമായി ബന്ധപ്പെട്ടതാണ്. ആ വീട്ടിലെ ഒരു കട്ടിലുമായി ബന്ധപ്പെട്ടതാണ്. അമ്മയുടെ മക്കളെയൊക്കെ പ്രസവിച്ചത് ആ കട്ടിലിൽ കിടന്നാണ്. അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആ കട്ടിൽ. അമ്മ പറയുന്നത്, അമ്മ വേദനയോടെ ഓർക്കുന്നത്, ഈ മുറി കിടന്ന് ചാവണം, ചത്തു കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഈ കട്ടിലിൽ കിടക്കണം, പറമ്പിലെ മാവ് വെട്ടി ദഹിപ്പിക്കണം. ഇതൊക്കെ ഈ 3 ആശകളാണ് അമ്മയ്ക്കുള്ളത്. പക്ഷേ പുതിയ കാലത്ത് അത് നടക്കുമോ എന്നുള്ളൊരു ഭയം അമ്മയ്ക്കുണ്ട്. അമ്മയെ എത്രയും വേഗം ശരണാലയത്തിലാക്കാൻ, വീട് വിൽപ്പനയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഓക്കെ ആക്കാൻ. പ്രത്യേകിച്ചും വീട് വാങ്ങുന്നത് ആ വീട്ടിലെ പഴയ കാളനോട്ടക്കാരനാണ്. അമ്മയുടെ മുമ്പിൽ ഇരിക്കാത്ത ഒരു മനുഷ്യൻ. അയാളിപ്പോൾ പണക്കാരനായി, മക്കളൊക്കെ ഗൾഫിൽ പോയി കാശുണ്ടാക്കി പണക്കാരനായി. അപ്പം അമ്മയുടെ മനസ്സിനെ അലട്ടുന്നു. ഒരു നിവൃത്തിയില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നു. അമ്മയെ കൊണ്ടുപോകാനൊക്കെ അവർ റെഡിയാണ്. നാരായണൻകുട്ടി അമ്മയെ ക്ഷണിക്കുന്നുണ്ട്. അയാളുടെ ഭാര്യ കുറച്ചുകൂടി നല്ലൊരു സ്ത്രീയാണ്. ശ്രീവിദ്യ അഭിനയിക്കുന്ന വേഷമാണ്. അവരവരുടെ വീട്ടിലേക്ക് അമ്മയെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് പഴയ ഒരു ഓർമ്മയുണ്ട്. 10 ദിവസം ആ പ്രസവവുമായി ബന്ധപ്പെട്ട മരുമകളുടെ അവിടെ ചെന്ന് നിന്നതും അത് അമ്മയെ വല്ലാതെ അലട്ടി. കാരണം എല്ലാ ദിവസവും അമ്മയ്ക്ക് പശുക്കളെ കാണണം, ഈ മരങ്ങളോട് സംസാരിക്കണം, ഈ കട്ടിലിൽ കിടക്കണം. ഇവിടുത്തെ അന്തരീക്ഷത്തിൽ മാത്രം ശ്വാസം മുട്ടുന്ന അമ്മയ്ക്ക് എങ്ങനെയാണ് ബോംബെയിലോ ഗൾഫിലോ ഒക്കെ പോയി നിൽക്കാൻ കഴിയുക? അപ്പോൾ അതൊക്കെ അമ്മയെ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചകളാണ്. അമ്മയുടെ ലോകം ആ വീടാണ്.
ആ വീട് വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ അതിന് പകരം അമ്മ മരിക്കണം. അതാണ്. അപ്പോൾ മക്കൾ തമ്മിൽ ചെറിയ മൂത്ത മകന് എതിർപ്പുണ്ട് ഇളയ മകൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ. പക്ഷേ ഇളയ മകൻ്റെ പേരിലുള്ള സ്ഥലമാണ്. അയാളുടേതായ ന്യായങ്ങൾ പറയുന്നു. അമ്മ ഇവിടെ തനിച്ചാണ്, അസുഖം വന്നാൽ ആരും നോക്കാനില്ല, ശരണാലയത്തിലാണെങ്കിൽ ആളുകൾ നോക്കും, അങ്ങനെയൊക്കെ മുടന്തൻ ന്യായങ്ങൾ പറയുന്നുണ്ട്. അവസാനം മൂത്ത മകൻ അമ്മയെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അമ്മ പോകുന്നില്ല. അമ്മ ധീരയാണ്. അമ്മ അങ്ങനെ സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള കരയുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും വ്യസനിക്കുന്ന ഒരമ്മയായിട്ട് ഈ കഥയിൽ ഒരിടത്തും വരുന്നില്ല. നല്ല തൻ്റെ ഇടമുള്ള നല്ല മനസ്സുള്ള ഒരമ്മയായിട്ടാണ്, ശക്തയായ ഒരമ്മയായിട്ടാണ് ഈ കഥയിൽ നമ്മൾ അമ്മയെ കാണുന്നത്. അമ്മ അവസാനം തീരുമാനിക്കുന്നു ശരണാലയത്തിലേക്ക് പോകാൻ. അമ്മ നേരത്തെ റെഡിയാവുകയാണ്. തിങ്കളാഴ്ചയാണ് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തിങ്കളാഴ്ച, നമ്മുടെ സിനിമയുടെ പേര് തന്നെ തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണല്ലോ. തിങ്കളാഴ്ച അമ്മ പടിയിറങ്ങുന്നു. മക്കൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ അമ്മ കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ എന്നെ ആരും കാണാൻ വരണ്ട, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ട, ഞാനിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല. ഉടുത്ത വേഷത്താലെയാണ് അമ്മ ഇറങ്ങുന്നത്. മനസ്സുമടുത്ത് അമ്മയ്ക്ക് അവിടെ നിന്നൊന്നും കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് തന്നെ അമ്മ ശരണാലയത്തിൽ ചെല്ലുന്നു. മക്കൾ എന്താണ്, അവരും പുതിയ കാലത്തിൻ്റെ അവർ വേറെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അമ്മ തനിച്ചാക്കി. അമ്മയുടെ സ്വന്തമായിരുന്ന ആ ഒരു വീട്ടിൽ അമ്മ അന്യായി. അവിടെ ചെല്ലുമ്പോഴും രാത്രി പ്രാർത്ഥനയാണ്. അപ്പം അമ്മ വേറൊരു ഉടുപ്പിട്ട് കുറേ ആളുകളുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥനയാണ്. അവിടെ ഓരോ ദിവസവും ഓരോരുത്തരുടെ പ്രാർത്ഥനകളാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കാണിക്കുന്നത് രാവിലെ അവിടെ അമ്മ പടിയിറങ്ങിയതോടെ ആ വീടിൻ്റെ ഒരു ശാന്തമായ ഒരന്തരീക്ഷം നഷ്ടമാകുന്നുണ്ട്. മക്കൾ തമ്മിൽ കശപിശയാകുന്നു. വസ്തു വാങ്ങാൻ വന്ന ആളുമായിട്ട് ഇഷ്ടക്കുറവുണ്ടാകുന്നു. മൂത്ത മകൻ എത്രയും വേഗം അവിടെ നിന്ന് മടങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആകെ അന്തരീക്ഷം തന്നെ കലങ്ങി മറിയുന്നുണ്ട്. പിറ്റേ ദിവസം ഈ ചെറിയ കുട്ടികൾക്ക് അമ്മമ്മയെ വലിയ ഇഷ്ടമാണ്. ഇളയ മകൻ്റെ മക്കൾക്ക് അവർക്ക് അവിടുന്ന് പോകണം എന്ന് ആഗ്രഹമില്ല. കുട്ടികളാണ്, അവർക്ക് ആ പശുക്കളെയും കിടാവിനെയും കളിപ്പിച്ച് ആ നാട്ടിൽ താമസിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അമ്മമ്മയുടെ കോളാണ് അവർ കാത്തിരിക്കണം. അമ്മമ്മ വിളിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. പക്ഷേ പിന്നെ അവരെ തേടിയെത്തിയ വാർത്ത അമ്മമ്മയുടെ മരണം ആണ്. അപ്പോൾ ഹൃദയവേദനയോടെ അവിടെ നിന്ന് പടിയിറങ്ങിയ അമ്മ ആ രാത്രിക്കപ്പുറം ജീവിക്കുന്നില്ല. കാരണം ആ കട്ടിലിൽ കിടക്കാതെ, മാത്രമല്ല ആ വീട് വിറ്റുപോകുന്നു. ഇനി തൻ്റെ ദേഹം അവിടെ ദഹിപ്പിക്കാനാവുമോ എന്നുള്ള ആധിയും അമ്മയെ പിടികൂടുന്നുണ്ട്. കാരണം ആ മാവ് വെട്ടി തന്നെ ദഹിപ്പിക്കണം എന്നുള്ളതാണ് ബാക്കിയായ ആഗ്രഹം. അത് പറയുന്നത് സഹായിയായ പെണ്ണിനോട് മാത്രമാണ് അമ്മ മനസ്സ് തുറക്കുന്നത്. പക്ഷെ അതും നഷ്ടപ്പെടുമോ എന്നുള്ള ആധി കൂടിയായിരിക്കാം അമ്മ രാത്രി മരിക്കുന്നു. അമ്മ തിരിച്ചു വരുന്നത് ജീവനോടെയല്ല. കട്ടിലിൽ കുറേ നേരം കിടക്കുന്നു. അതിനുശേഷം അമ്മയെ മാവ് വെട്ടി തന്നെ ദഹിപ്പിക്കുന്നു. ഇളയ മകൻ അതമ്മ തമാശ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ടെങ്കിലും മൂത്ത മകൻ തമാശയായാലും എന്തായാലും അമ്മ പറഞ്ഞതുപോലെ നടത്തണം എന്നാഗ്രഹിച്ചിട്ട് ദഹിപ്പിക്കുന്നു. മൂത്ത മകൻ വേഗം തിരിച്ചു പോകുന്നു. ഇളയ മകൻ ആ കച്ചവടം നടക്കുന്നില്ല. അയാൾ പറയുന്നത് ഞാൻ ഈ സ്ഥലം വാങ്ങി, പക്ഷേ ആകെ ദുർനിമിത്തങ്ങളാണ്, എവിടെ നോക്കിയാലും അമ്മ നിൽക്കുന്നു എന്നാണ്. അങ്ങനെ ഇളയ മകൻ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. സ്വന്തം അമ്മയെ കൊന്നു എന്നുള്ള ഒരു ചിന്ത അവനെ ഒരു ഭ്രാന്തനാക്കുന്നുണ്ട്. പിന്നീട് അവൻ തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ആ തറവാട്ടിലേക്ക് അവൻ്റെ വേരുകളെ ആഴ്ത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ കാവലോടെ നിൽക്കുകയാണ്. ആ മണ്ണ്, അമ്മയുടെ പ്രാണനായ അമ്മയുടെ പാരമ്പര്യം, അതൊക്കെ വിശ്വാസമുള്ളൊരമ്മയാണ്. അമ്മയുടെ തലമുറകൾ ഉറങ്ങുന്ന മണ്ണ്, അച്ഛൻ്റെ തലമുറകൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് ഇളയ മകൻ അവിടെ വേരുറപ്പിക്കുകയാണ്. ആ പാരമ്പര്യത്തിൻ്റെ കണ്ണിയായി അവൻ്റെ ജീവിതം, അവൻ്റെ ഭാര്യയും മക്കളും മൊത്തം അവിടെ ജീവിതം തുടങ്ങുകയാണ്. അവൻ്റെ മനസ്സ് നന്നാവട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ മനസ്സ് നന്നായി. പക്ഷെ പകരം കൊടുക്കേണ്ടി വന്നത് പ്രിയപ്പെട്ട അമ്മയുടെ ജീവനാണ്. വളരെ മനോഹരമായൊരു സിനിമയാണ്. കുഞ്ഞുങ്ങളെ നിങ്ങളതൊക്കെ കാണണം. കഥ കേട്ടാൽ പോരാ, അതിനകത്ത് അവരുടെ സൂക്ഷ്മാഭിനയവും ആ ഗ്രാമപ്രദേശവും അമ്മയ്ക്ക് ആ മണ്ണിനോടും അതിനൊരു പശു പ്രസവിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തെ സുന്ദരമായ ചില കാഴ്ചകളുണ്ട്. വലിയ തറവാടുകൾ, അവിടുത്തെ വിശ്വാസങ്ങൾ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കവിടി നിരത്തുന്നതൊക്കെയാണ് ഇത് സിനിമയുടെ ആദ്യം. ഇടയ്ക്കൊക്കെ ഈ ഒരു നിമിത്തങ്ങൾ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ച് വന്ന അവസാനത്തെ സങ്കടം അമ്മയുടെ മരണം തന്നെയായിരുന്നു. പക്ഷേ ആ മരണം കൊണ്ട് അമ്മയുടെ മകനെ വീണ്ടെടുക്കുകയും അവനെ ആ പറമ്പിലേക്ക്, അമ്മയുടെ സ്വത്വത്തിലേക്ക്, അമ്മയുടെ വേരിലേക്ക്, അമ്മയുടെ ആത്മാവിലേക്ക് അവനെ പറിച്ചു നടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ സത്യത്തിൽ മരിക്കുന്നുണ്ടെങ്കിലും അമ്മ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഒരു വലിയ ആഘോഷങ്ങളില്ലാത്ത, അല്ലെങ്കിൽ വലിയ സാധാരണ സിനിമകളുടെ പോലെ വലിയ ബഹളങ്ങൾ ഒന്നുമില്ലാത്ത ഒരു നല്ല ശാന്തമായ പച്ചപ്പുള്ള നാടിൻ്റെ നന്മയുള്ള വിശുദ്ധമായൊരു സിനിമയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. പാഠഭാഗത്ത് സവിശേഷമായ ചില പ്രയോഗങ്ങളുണ്ട്. രണ്ടാമത്തെ ഇളയ മരുമകൾ
ഈ ശരണാലയത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ പറഞ്ഞ് അമ്മയെ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, കംഫർട്ടബിളായ ഒരു വീടുണ്ട്, എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ അത്തരം സ്ഥലത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോൾ അമ്മ പറയുന്നുണ്ട്, സ്വർഗ്ഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും ഇതുപോലെ ആർക്കും പ്രത്യേകിച്ചൊരു പണിയുമില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അത് സത്യത്തിലൊരു പരിഹാസമാണ് അല്ലേ? അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓടി നടന്നിരുന്ന ഒരമ്മ, ആ വീടിൻ്റെ ജീവനായി പ്രാണനായി മുക്കിലും മൂലയിലും ഓടി പശുവിനോടും ആടിനോടും സംസാരിച്ച് ആ മണ്ണിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ചിരുന്ന ഒരമ്മയാണ്. ആ അമ്മയാണ് വേറൊരിടത്തേക്ക് സ്വർഗമാണെന്ന് പറഞ്ഞ് മരുമകൾ ക്ഷണിക്കുന്നത്. അപ്പം അമ്മ പരിഹസിക്കുന്നതാണ് സ്വർഗ്ഗലോകം എന്ന് പറയുന്നത്. അമ്മ ഒരു പരിഹാസമാണ് അവിടെ അതൊരു സവിശേഷ പ്രയോഗമാണ്. പിന്നെ അമ്മ പടിയിറങ്ങുമ്പോൾ അമ്മയുടെ ഒരു സംഭാഷണമുണ്ട്. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായാൽ ആ മാവ് തന്നെ വെട്ടണം. ആ ഒരൊറ്റ ചിന്തയായിരിക്കാം ആ രാത്രി തന്നെ അമ്മയുടെ പ്രാണൻ എടുത്തത്. വൃദ്ധരായ ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമായി അവഗണിക്കപ്പെടുന്നുണ്ട്. മക്കളെ പൊന്നുപോലെ വളർത്തി വലുതാക്കി അവരവരുടെ ചിറകുകൾ തേടി പോകുമ്പോൾ പ്രായമായ അച്ഛനും അമ്മയും ഉപേക്ഷിക്കപ്പെടുന്നുണ്ട് പലയിടത്തും. നമ്മളത് കാണുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങിയ കാലങ്ങളിൽ 1980-കളിലല്ലേ അത് അത്ര ജനകീയമായൊരു വിഷയമായിരുന്നില്ലെങ്കിൽ ഇന്ന് നമ്മളത് കാണുന്നേ ഉണ്ട്. അത്തരം കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ട്. പ്രത്യേകിച്ചും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വിശുദ്ധമായ പവിത്രമായ ബന്ധം, ഏറ്റവും സത്യമുള്ള ബന്ധം, പൊക്കിൾക്കൊടി ബന്ധം. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെപ്പോഴും രക്ഷിതാക്കളോട്, നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും സ്നേഹമുള്ളവരായിരിക്കുക. അവരവരുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾക്കിടെ വീടുകളിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ പെരുമാറുക. ഒരു കാലത്ത് വീടിൻ്റെ ഉമ്മറത്ത് ആ വീടുകളെയൊക്കെ ഭരിച്ച് വളരെ അഭിമാനത്തോടെ ജീവിച്ചിരുന്ന ഗൃഹനാഥന്മാരും വീട്ടമ്മമാരുമായിരുന്നു അവർ. പക്ഷേ ഇന്ന് സാഹചര്യവശാൽ പ്രായമായി ആരും ശ്രദ്ധിക്കാനില്ലാതെ, പരിഗണിക്കാനില്ലാതെ, സംസാരിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിലും അവരെ ചേർത്ത് നിർത്താനും ഒപ്പം നിർത്താനും നിങ്ങളുടെ വേരുകളാണ് അവരെന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ചോദ്യോത്തരങ്ങൾ കണ്ടെത്തി എഴുതാം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക. അമ്മയുടെ ഒരു നിലപാടാണ്. മൂത്ത മകൻ പറയുന്നുണ്ടല്ലോ, അവരെ എനിക്കറിയാം, ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണെന്നാണ് അമ്മ. അതുകൊണ്ടാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് മക്കൾ തൻ്റെ പേരിൽ തമ്മിൽ തല്ലും എന്നുള്ളൊരു ഭയം ഉണ്ടായതുകൊണ്ടാണ് അമ്മ പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചത്. നേരത്തെ തന്നെ ആ വീട്ടിലേക്ക്, ശരണാലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. തന്നെ മനസ്സിലാക്കാത്ത മക്കൾ, തൻ്റെ സ്നേഹം തിരിച്ചറിയാത്ത മക്കൾ, അവരെ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും ഇത്രയൊക്കെ പണമുണ്ടായിട്ട് ഈ വീട് വിൽക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. തൻ്റെ ആയുസ് തീരുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും അവർ കാണിക്കുന്നില്ല. അമ്മയ്ക്ക് ഇനി അധിക കാലമൊന്നുമില്ല, കുറച്ച് കാലം കൂടിയേ ഉള്ളൂ. അത്ര കാലം കൂടി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണിൽ ജീവിക്കാൻ അവർ അനുവദിക്കുന്നില്ല. മാത്രമല്ല അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ അവിടെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്ത് സന്തോഷത്തോടെയാണ് ജീവിക്കണത്, ആ വീടിൻ്റെ ഭാഗമായിട്ട് മുക്കിലും മൂലയിലും. പക്ഷെ അതൊന്നും തിരിച്ചറിയാതെ അമ്മയെ അവരുടെ ലാഭത്തിന് വേണ്ടി പണം ഉണ്ടാക്കണം, അതിന് അമ്മയെ ഒട്ടും ബുദ്ധിമുട്ടിക്കരുത്, ഒരു വിഹിതം അമ്മയ്ക്ക് കൊടുത്ത് അമ്മയെ മാറ്റി പാർപ്പിക്കുക. ആ ഒരു അവരുടെ സ്വാർത്ഥത മനസ്സിലായി താൻ കൊടുത്ത സ്നേഹം, താൻ അവർക്ക് നൽകിയ കരുണ, തൻ്റെ വാത്സല്യം, അതെല്ലാം അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ള സങ്കടത്തിൽ നിന്നാണ് ഇത്ര ഒരു കടുത്ത തീരുമാനം അമ്മ എടുക്കുന്നത്. ഉപന്യാസം. വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത്. പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക, അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ എന്നാണ് അല്ലേ. അച്ഛനെയും അമ്മേനെയൊക്കെ പങ്കുവയ്ക്കുക. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ അത് നടക്കുന്നതാണ്. ഷെയർ. അച്ഛനും അമ്മയും കൂടിയാണ് മക്കളെ ഒരുപോലെ സ്നേഹത്തോടെ ലാളിച്ച് വളർത്തുന്നതാണ്. പിന്നെ പ്രായമാകുമ്പോൾ പങ്കുവയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചില വീടുകളിലൊക്കെ ഉണ്ട്, അച്ഛൻ ഒരിടത്ത് അമ്മ ഒരിടത്ത്, അങ്ങനെ മാറി മാറി വാർദ്ധക്യത്തിൽ അവർക്ക് താമസിക്കേണ്ടി വരിക. വേറെ ചില വീടുകളിലൊക്കെ ഉണ്ട് കുറച്ച് നാൾ ഒരു മകൻ്റെ അടുത്ത്, അതായത് പിന്നെ വേറെ മകൻ്റെ അടുത്ത്. സ്ഥിരമായി അവരെ നോക്കാൻ ആരും തയ്യാറല്ല. പങ്കുവയ്ക്കുന്നു, വീതം വയ്ക്കുന്ന ഒരു മനസ്സ്, വീതം വയ്ക്കാത്ത സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം നൽകി മക്കളെ വളർത്തിയവരാണ് അവർ. പക്ഷേ വാർദ്ധക്യത്തിൽ അവരോട് കണക്ക് പറയുന്നു. അവരെ നോക്കേണ്ടതിനെ, പരിഗണിക്കേണ്ടതിനെ കണക്കുകൾ സൂക്ഷിക്കുന്നു. അച്ഛനമ്മമാർ ഒരിക്കലും കണക്ക് സൂക്ഷിക്കുന്നില്ല, പക്ഷേ മക്കളാകട്ടെ കണക്കുകൾ സൂക്ഷിക്കുന്നു. അതാണ് നമ്മുടെ അച്ഛനും അമ്മയും നോക്കാൻ ആരും സ്വമേധയാ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഭൂരിഭാഗം ആളുകളും തയ്യാറാവുന്നില്ല. തങ്ങളുടെ തലയിൽ നിന്ന് എങ്ങനെയും ഒഴിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ വീതം വെച്ച് നോക്കാം എന്നുള്ള ഒരു രീതിയാണ്, അതിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്.
സിനിമയെക്കുറിച്ച് ഒരു ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുക. ഇപ്പോഴൊക്കെ അതിന് സൗകര്യമുള്ളതാണ്. ആസ്വാദനം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കും. സിനിമയുടെ സംവിധായകൻ, അതിൻ്റെ തിരക്കഥ, ക്യാമറ, പാട്ട്, അഭിനേതാക്കൾ, ഡബ്ബിങ്, A to Z എല്ലാ കാര്യങ്ങളും പരിഗണിച്ച സിനിമ എത്രമാത്രം സുന്ദരമാണ്, ഏതൊക്കെ തലത്തിൽ ആളുകളെ ആകർഷിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. സംവാദം തയ്യാറാക്കുക. എന്താണ് സംവാദം? ഡിബേറ്റ്, അല്ലേ? എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുന്നു, അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ വേറൊരാൾ പറയുക, അതാണ് ഡിബേറ്റ്. ശരിയോ തെറ്റോ ആവാം. അപ്പോൾ നമുക്കൊരു വിഷയം തന്നിരിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുക, നമ്മുടെ ആശയങ്ങൾ തെറ്റാണെങ്കിൽ വിഷയം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ യുക്തി കൊണ്ട് വാദിച്ച് ജയിക്കണം നമ്മൾ. അതാണ് അനുകൂലിക്കുന്നവർ. ഇതാണ് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ? നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നത് എന്തുകൊണ്ട്? കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനങ്ങളും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതായത് ഒരു കൂട്ടർ വൃദ്ധസദനങ്ങൾ വേണം എന്ന് വാദിക്കുക. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ പറയുന്നുണ്ട്. യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്ത് പോകുമ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കണം. അങ്ങനെയൊക്കെ അതിൻ്റെ കാരണങ്ങൾ, മുടന്തൻ ന്യായങ്ങളാണ് അതൊക്കെ. ഇനിയാണെങ്കിൽ പ്രതികൂലിക്കുന്നവർ, വൃദ്ധസദനങ്ങൾ എന്താണ്? ബന്ധങ്ങളിലുള്ള കെട്ടുറപ്പ് ഇല്ലാതാകുന്നതാണ്, വേരുകൾ മുറിഞ്ഞു പോകുന്നതാണ് അതിന് കാരണം. അപ്പോൾ ഏത് ഭാഗമാണോ നമുക്ക് കിട്ടുക അതിനനുസരിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷെ നമ്മളെപ്പോഴും സംസാരിക്കേണ്ടത് വൃദ്ധസദനങ്ങളല്ല, വീടുകളിലാണ് വൃദ്ധർക്ക് അഭയം നൽകേണ്ടത് പരമാവധി. ഇനി അതിന് കഴിയാത്ത, ഇപ്പോൾ പുതിയ കാലത്ത് അതിന് കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. നമ്മൾ സത്യങ്ങൾ മറച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. പ്രായമായ അച്ഛനമ്മമാർ തനിച്ചാണ്. പക്ഷേ അവരെ അറിയാനും അവരെ മനസ്സിലാക്കാനും ദൂരെയാണെങ്കിലും അവരോടൊപ്പമായിരിക്കാനും ഇന്ന് ധാരാളം സംവിധാനങ്ങളുണ്ട്. അവരെ ഫോൺ ചെയ്യാം, ഓൺലൈൻ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി അവരെ ഒപ്പം നിർത്താനുള്ള ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്ക് ഉണ്ട്. തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, മനോനില, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റ് കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ. അമ്മ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം തന്നെ അമ്മയാണ്. തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ സിനിമയാണ്. അമ്മ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നല്ല തൻ്റെ ഇടമുള്ള സ്ത്രീയാണ് അമ്മ. അമ്മ ആരുടെ മുമ്പിൽ കൂസുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല. മക്കളുടെ മുമ്പിൽ കരഞ്ഞു കാല് പിടിക്കുന്നുണ്ടോ? ഇല്ല. എന്നെ ഇവിടെ നിർത്തുമെന്ന് അപേക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അമ്മ നല്ല തൻ്റെ ഇടമുള്ളവളാണ്. മക്കളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ എന്നെ കാണാൻ വരേണ്ടതില്ല, ഞാനിവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല, ആ മാവ് വീട്ടി എന്നെ ദഹിക്കും. അമ്മയുടെ ഓരോ വാക്കിനും ശക്തിയുണ്ട്, നല്ല മൂർച്ചയുണ്ട്. അമ്മ അങ്ങനെ പേടിച്ച് ഭയന്ന് വിറച്ച് ജീവിക്കുന്ന സാധാരണയായ ഒരു പാവം അമ്മ എന്ന ലേബലിൽ അമ്മയെ നിർത്താൻ നമുക്ക് പറ്റില്ല. നല്ല മനക്കട്ടിയുള്ള ഒരു അമ്മയാണ്. പക്ഷേ എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കാനാണ് അമ്മ ശ്രമിച്ചത്. ആരുടെ മുൻപിലും ഹൃദയം തുറക്കാതെ ഉള്ള ഒരു വ്യക്തിത്വമാണ് അമ്മയുടെ. നല്ല തൻ്റെ ഇടമുള്ള സ്നേഹമയിയായ ഒരമ്മ. സ്വഭാവം തന്നെ മറ്റുള്ളവർക്ക് നൽകാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ. അമ്മ പറയുന്നില്ല, പശുവും ആടൊക്കെ തന്നെ സഹായിച്ചവർക്കായിട്ട് അത് എൻ്റെ കയ്യിലുള്ളൂ എന്നാണ് പറഞ്ഞത് അമ്മ. തന്നെ സഹായിച്ചവർക്ക് അത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട് അമ്മയുടെ സ്വഭാവം. മക്കളോട് എന്തൊരു സ്നേഹമാണ്, പേരക്കുട്ടികളോടൊക്കെ എന്തൊരു വാത്സല്യമാണ്. അമ്മ പറയുന്നുണ്ട്, ആ കിടാവിനെ പിന്നെ കൊണ്ടുപോകരുത്, ഇളയ മകൻ്റെ ചെറിയ കുട്ടികൾക്ക് ആ കിടാവിനെ വലിയ ഇഷ്ടമാണ്, അവരതിൻ്റെ കൂടെ കളിക്കട്ടെ എന്നാണ്. മക്കൾ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ ഒരു ധൃതി, ആ പായസമൊക്കെ വിളമ്പി കൊടുക്കുമ്പോഴുള്ള ഒരു അമ്മയുടെ ഒരു സ്നേഹം തന്നെയാണ് അമ്മ വിളമ്പുന്നത്. ആ മക്കളുടെ പേരുകൾ മറ്റാർക്കും അറിയില്ല, അവരുടെ പുതിയ പരിഷ്കാര പേരുകളാണ്. പക്ഷേ അമ്മയ്ക്ക് ആ പേരുകളൊക്കെ അറിയാം. അവരെ അമ്മ കൊണ്ടു നടക്കുന്നത്, അവരുടെ ഒപ്പം ഹൃദയം പോലെ കൊണ്ടു നടന്ന് സ്നേഹിക്കുന്ന ഒരമ്മ. മക്കളോടാണെങ്കിലും തൻ്റെ 2 ആൺമക്കളോടും വലിയ വാത്സല്യമുള്ള ഒരമ്മ. മകൾ മരിച്ചു പോയെങ്കിലും ആ മക്കൾ തമ്മിൽ വഴക്കിടും എന്നുള്ള ഒരു ദുഃഖത്തിലാണ് അമ്മ വീട് വിട്ടിറങ്ങാൻ തന്നെ തീരുമാനിച്ചത്. തന്നെ പ്രതി തൻ്റെ മക്കൾ വഴക്കുണ്ടാക്കരുതെന്നുള്ളൊരു പേടിയാണ് അമ്മ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ളൊരു കാരണമായി മാറിയത്. അപ്പോൾ സ്നേഹമയിയായ, എല്ലാത്തിനോടും സ്നേഹമുള്ള ഒരമ്മ, ആരോടും ഒരു വിരോധമില്ലാത്ത ഒരമ്മയാണ് അത്. മനോനില, മാനസികാവസ്ഥ, അവസാനം അമ്മ തളർന്നു പോയി. അമ്മയുടെ മനോനില കൈവിട്ടുപോയി. അതുകൊണ്ടാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വേറൊരിടത്തേക്ക് പോകേണ്ടി വന്നു. എന്തിനാ? ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ, മക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അമ്മയ്ക്ക് പോകേണ്ടി വന്നത്. അവിടെ ചെന്ന് തനിക്ക് ഇണങ്ങാത്ത ആളുകൾ, മനുഷ്യരൊക്കെ ആയിട്ട് ഇടപഴകേണ്ടി വരിക, അവിടെ ഒരു വീർപ്പ് മുട്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് മരിക്കുന്നു. നിലപാടുകൾ, കഥയിലെ സ്ഥാനം എല്ലാം ഉണ്ട്. അപ്പം അമ്മയാണ് ഏറ്റവും ശക്തിയായ, ഏറ്റവും നട്ടലുള്ള, എന്നാൽ ഏറ്റവും പാവമായ, സ്നേഹമയിയായ ഒരമ്മ. ആ സിനിമ കാണുന്നവരുടെയൊക്കെ കണ്ണ് നനയിക്കും ആ അമ്മ.
ഒരു വ്യാകരണ ഭാഗം കൊടുത്തിട്ടുണ്ട്. 2 വാക്യങ്ങളെ ഒറ്റ വാക്യമാക്കിയിരിക്കുകയാണ്. എളുപ്പമല്ലേ? പശുവിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആടിൻ്റെ കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒറ്റവാക്യമാക്കാൻ എന്താ ചെയ്യേണ്ടത്? പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒറ്റവാക്യമായി. എത്ര നമ്മൾ കളഞ്ഞു? ആ പശു, ആട് അല്ലേ, അത് ചേർത്ത് വെച്ചു എന്നാണ്. അപ്പോൾ കുട്ടികൾ കളിച്ചു, കുട്ടികൾ ഉറങ്ങി. എങ്ങനെയാണ് നമ്മൾ ഒറ്റവാക്യമാക്കുക? കുട്ടികൾ കളിച്ചതിന് ശേഷം ഉറങ്ങി. അങ്ങനെയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് കുറച്ച് ചെയ്യാൻ സാധിക്കുന്നതാണത്. 2 വാക്യങ്ങളെ ഒറ്റവാക്യമാക്കുക. പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്.